ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം തോന്നിവാസത്തിൻ്റെ ആത്മാവ് എന്നതിനെക്കുറിച്ചാണ്. ജെറമിയ പ്രവാചകന്റെ ഗ്രന്ഥം 18-ാം അധ്യായത്തിൽ 12-ാം തിരുലിഖിതം. എന്നാൽ അവർ പറയുന്നു, ഇതെല്ലാം വ്യർത്ഥമാണ്, ഞങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങൾ ചെയ്യും, ഓരോരുത്തനും അവനവൻ്റെ ദുഷ്ടഹൃദയത്തിൻ്റെ പ്രേരണയ്ക്കൊത്ത് പ്രവർത്തിക്കും. ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആത്മാവ് ഇന്ന് ഇതുപോലെ ദൈവമക്കളെ കൂട്ടം കൂട്ടമായി അധപതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മണിക്കൂറിൽ നാം ഇതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അതിനു മുമ്പ് കഴിഞ്ഞ നാളുകളിൽ ടെലിവിഷനിലൂടെ ദൈവവചന ശുശ്രൂഷകളിൽ പങ്കുചേർന്നപ്പോൾ ദൈവമക്കൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ലഭിച്ച നിരവധി ദൈവിക ഇടപെടലുകളിൽ ഒന്ന് രണ്ടെണ്ണം നിങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് മേഴ്സി ജോർജ്. എൻ്റെ മകൻ്റെ പേര് ജോയൽ ജോസഫ്. അവന് 3.5 വയസ്സ് കഴിഞ്ഞു. ജനിച്ച് 6 മാസം കഴിഞ്ഞപ്പോൾ മുതൽ അവൻ്റെ തൊണ്ടയിൽ ഒരു തടസ്സവും അവൻ ശ്വാസം വലിക്കുമ്പോഴും ശ്വാസം വിടുമ്പോഴും പ്രത്യേക തരത്തിലുള്ള ശബ്ദവും ശ്വാസം മുട്ടലും അനുഭവപ്പെടാൻ തുടങ്ങി. അലോപ്പതിയും ഹോമിയോപ്പതിയും മറ്റനേക ചികിത്സാവിധികളും മാറി മാറി ചെയ്തു നോക്കി. മരുന്ന് കഴിക്കുമ്പോൾ അല്പം കുറയും, മരുന്ന് നിർത്തിയാൽ വീണ്ടും അത് പൂർവാധികം ശക്തി പ്രാപിക്കും. കഴിഞ്ഞ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ തുടർച്ചയായി മരുന്ന് കഴിച്ചിട്ട് യാതൊരു കുറവുമില്ലാതെ ഞങ്ങൾ വിഷമിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടെലിവിഷനിലൂടെ അട്ടപ്പാടി സെഗിയോൻ ധ്യാനകേന്ദ്രത്തിനുള്ള വചന പ്രഘോഷണത്തെക്കുറിച്ച് അറിഞ്ഞത്. ഞങ്ങൾ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലെ അവസാനത്തെ ആഴ്ചയിലെ വചന ശുശ്രൂഷയിൽ പ്രാർത്ഥനാപൂർവം കുടുംബാംഗങ്ങൾ ഒന്നിച്ച് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. കൊച്ചിൻ്റെ അസുഖത്തിൻ്റെ മേൽ ദൈവശക്തി വ്യാപരിക്കണമേ എന്ന് ഞങ്ങൾ കരഞ്ഞു. അതിൻ്റെ ഫലമായി ആ പ്രോഗ്രാം കഴിഞ്ഞ അപ്പോൾ മുതൽ കൊച്ചിൻ്റെ തൊണ്ടയിലെ ആ കുറുകുറ എന്നുള്ള ശബ്ദം പരിപൂർണമായി അപ്രത്യക്ഷമായി. ഇപ്പോൾ കൊച്ച് സൗഖ്യത്തോടെ ഇരിക്കുന്നു. കർത്താവിന് കോടാനുകോടി നന്ദി പറയുന്നു. ജനിച്ച 6 മാസം കഴിഞ്ഞപ്പോൾ മുതൽ ആരംഭിച്ച രോഗമാണ്. 3.5 വയസ്സ് കഴിഞ്ഞു. ഇത്രയും കാലം ഈ കുട്ടിയെ അലട്ടിയിരുന്ന രോഗം ടെലിവിഷൻ പ്രോഗ്രാം പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ അപ്പനും അമ്മയും കുടുംബവും ഒന്നിച്ചിരുന്ന് പൊട്ടിക്കരഞ്ഞു യേശുവേ എന്ന് വിളിച്ചപ്പോൾ യേശുവിൻ്റെ നാമത്തിന് അത്ഭുത ശക്തി അവിടെ ഇറങ്ങി. റോമാലേഖനത്തിൽ 10-ാം അധ്യായം നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? തൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെ മേലും അവിടുന്ന് തൻ്റെ ശക്തി വർഷിക്കും. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ കരങ്ങൾ ഉയർത്തട്ടെ. ഓരോ മകനും മകളും അവരവരായിരിക്കുന്ന ഭവനങ്ങളിൽ, സ്ഥലങ്ങളിൽ, ഇടങ്ങളിൽ ഇപ്പോൾ യേശുവിനെ ആരാധിച്ചാൽ നിങ്ങളിരിക്കുന്ന സ്ഥലം യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത സാന്നിധ്യം കൊണ്ട് നിറയാൻ പോവുകയാണ്. സ്വർഗത്തിൻ്റെ മാലാഖമാരുടെ സാന്നിധ്യം കൊണ്ട് അവിടെ നിറയാൻ പോവുകയാണ്. ആ ഭവനത്തിൽ ദൈവിക സാന്നിധ്യം കൊണ്ട് നിറയാൻ പോവുകയാണ്. എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമായ കർത്താവേ, ഇതാ ഈ സമൂഹത്തിലേക്ക്, ഈ ദാസിദാസന്മാരിലേക്ക് അങ്ങയുടെ നാമത്തിൻ്റെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. തലമുറയുള്ള കെട്ടുകൾ അഴിയട്ടെ കർത്താവേ. രോഗത്തിൻ്റെ ഭാരങ്ങൾ മാറിപ്പോട്ടെ കർത്താവേ. കുടുംബ വഴക്കുകൾ വിട്ടുപോട്ടെ കർത്താവേ. തടസ്സങ്ങൾ ഇരിക്കുന്നവർ, ജോലി തടസ്സം, മക്കളുണ്ടാകാൻ തടസ്സം, വിവാഹ തടസ്സം, പഠന മേഖലകളിൽ തടസ്സം, ഓരോ തടസ്സങ്ങളിൽ നിന്ന് ദുരിതം അനുഭവിക്കുന്ന ഓരോ കുടുംബങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും തടസ്സത്തിൻ്റെ അരൂപികളെയും ശക്തികളെയും നസറേനായ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഞാനും നിങ്ങളും ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്ന ആത്മീയ ദൂത് തോന്നിവാസത്തിൻ്റെ ആത്മാവ് എന്നതിനെക്കുറിച്ചാണ്. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 18-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ തിരുലിഖിതമാണ് അടിസ്ഥാന വചനം. എന്നാൽ അവർ പറയുന്നു, ഇതെല്ലാം വ്യർത്ഥമാണ്, ഞങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങൾ ചെയ്യും. എന്താ ഇന്ന് ലോകത്ത് നടക്കുന്നത്? എന്താ രാജ്യങ്ങളിലും ജനതകളിലും കുടുംബങ്ങളിലും ഇന്ന് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ആ ട്രെൻഡ്? ഞങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങൾ ചെയ്യും. അപ്പൻ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, അമ്മ എന്തു പറഞ്ഞാലും കുഴപ്പമില്ല,
ഞങ്ങളുടെ കാർന്നോമാർ എത്രമാത്രം വിശുദ്ധരായി ജീവിച്ചതായിരുന്നു ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങൾക്ക് തോന്നുന്നത് ചെയ്യും, ഞങ്ങൾക്ക് തോന്നുന്നവരെ ഞങ്ങൾ കെട്ടും, ഞങ്ങൾക്ക് തോന്നുന്ന പണിക്ക് ഞങ്ങൾ പോകും, ഞങ്ങൾക്ക് തോന്നുന്ന സ്ഥാപനത്തിൽ പോകും, ഞങ്ങൾക്ക് തോന്നുന്നത് ചെയ്യും, ഞങ്ങളെ ആരും നിയന്ത്രിക്കാൻ വരണ്ട. വൈദികരുടെ സ്ഥാനത്ത് അവിടെ പള്ളിയിൽ നിന്നാൽ മതി. മാതാപിതാക്കന്മാർ അവരവരുടെ കാര്യം നോക്കിയാൽ മതി. അധ്യാപകർ അവരവരുടെ കാര്യം നോക്കിയാൽ മതി. ഞങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങൾ ചെയ്യും. ഇത് സമസ്ത മേഖലകളിലും ഈ കാലഘട്ടത്തിൽ പടർന്നു പിടിച്ചിരിക്കുന്ന അരാജകത്വത്തിൻ്റെ ശക്തിയാണ്. ഒരു അരാജകത്വം, ഒരു തന്നിഷ്ടം, ഒരു തോന്നിവാസത്തിൻ്റെ ആത്മാവ് ഇന്ന് ഗ്രസിച്ചിരിക്കുകയാണ്. ഇടവകയിൽ ചെന്നാൽ അത് കാണാം, കുടുംബങ്ങളിൽ ചെന്നാൽ അത് കാണാം, സഭയിൽ അത് കാണാം, കോൺഗ്രിഗേഷനുകളിൽ അത് കാണാം, സമസ്ത മണ്ഡലങ്ങളിലും തല ഉയർത്തി നോക്കാൻ ഇത് കാണാൻ പറ്റില്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഈ കാലഘട്ടത്തിൽ പ്രവർത്തിക്കുന്ന ഓരോ ആത്മാവിനെ കുറിച്ച് ജാഗരൂകരായിരിക്കണം. നമ്മുടെ കാർന്നോമാരുടെ കാലങ്ങളിൽ കുറച്ചെല്ലാം മൂല്യബോധമുണ്ടായിരുന്നു. അവർക്ക് ശരീരത്തിന് ഇച്ഛപ്രകാരം പലതും തോന്നിയാലും അവർ കുടുംബത്തെ ഓർത്ത്, മാതാപിതാക്കളെ ഓർത്ത്, ദൈവത്തെ ഓർത്ത്, നിത്യരക്ഷയെ ഓർത്ത് അവർ തങ്ങളുടെ ജഡത്തിൻ്റെ ഇച്ഛകളെ ആത്മാവിനാൽ നിഹനിച്ച് ദൈവഹിതപ്രകാരം ജീവിക്കുന്നതിന് വേണ്ടി അവർ ഉദ്യമിച്ചിരുന്നു. എന്നാൽ ഇന്നത്തെ സ്ഥിതി എന്താണ്? തോന്നിയ ഭക്ഷണം കഴിക്കും, തോന്നുന്ന സമയത്ത് ഉറങ്ങും, തോന്നിയ സ്ഥലങ്ങളെല്ലാം പോകും, തോന്നുന്നവരെല്ലാം കൂട്ടുകൂടും, തോന്നുന്ന കാര്യങ്ങളെല്ലാം കാണും, തോന്നുന്ന കാര്യങ്ങളെല്ലാം കേൾക്കും, തോന്നുന്ന കാര്യങ്ങളെല്ലാം തിന്നും, തോന്നുന്ന കാര്യങ്ങളെല്ലാം സംസാരിക്കും. ഒരു കാര്യത്തിന് നിയന്ത്രണം ഇല്ലാത്ത വിധമുള്ള ഒരു അരാജകത്വത്തിൻ്റെ ജീവിതം, തോന്നിവാസത്തിൻ്റെ ജീവിതം ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അഴിഞ്ഞാടുകയാണ്. ഇതിനെക്കുറിച്ച് ദൈവമായ കർത്താവ് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന കാര്യമുണ്ട്. തോന്നിവാസത്തിൻ്റെ ആത്മാവ് ഒരു ദൈവ പൈതലിനെ പിടിമുറുക്കിയാൽ ആ ദൈവ പൈതൽ സംഭവിക്കുന്ന ആദ്യത്തെ പ്രത്യേകത ദൈവത്തോട് വെറുപ്പ്, യേശുക്രിസ്തുവിനോട് വെറുപ്പ്, സഭയോട് വെറുപ്പ്, നിത്യരക്ഷയുടെ കാര്യങ്ങളോട് വെറുപ്പ്, ആത്മീയതയോട് വെറുപ്പ് തോന്നാൻ തുടങ്ങും. ഇത് യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവായ യേശുക്രിസ്തു വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 7-ാം തിരുലിഖിതം, ലോകത്തിന് നിങ്ങളെ വെറുക്കാൻ സാധിക്കുകയില്ല, എന്നാൽ അതിൻ്റെ പ്രവർത്തികൾ തിന്മയാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നതിനാൽ അത് എന്നെ വെറുക്കുന്നു. അതിൻ്റെ പ്രവർത്തികൾ തിന്മയാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നതിനാൽ അത് എന്നെ വെറുക്കുന്നു. ഈ തോന്നിവാസത്തിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയിൽ പിടിമുറുക്കിയാൽ ആ വ്യക്തിയിൽ സംഭവിക്കുന്ന ആദ്യത്തെ പ്രത്യേകത യേശുവിനെ വെറുക്കും, യേശുവിൻ്റെ സഭയെ വെറുക്കും, യേശുവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന വൈദികരെയും മാതാപിതാക്കന്മാരെയും ഗുരുഭൂതന്മാരെയും വെറുക്കും. അവരുടെ നിയന്ത്രണത്തിൽ നിന്ന് ചാടി പുറത്തു കടക്കും. ഇത് ഒരു യാഥാർത്ഥ്യമാണ്. 2 കൊരിന്തോസ് 4-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ അവിടെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിക്കുന്ന ഈ സുവിശേഷം ആർക്കെങ്കിലും നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. മനസ്സിലാക്കാൻ പറ്റുന്നില്ല, സ്വീകരിക്കാൻ പറ്റുന്നില്ല. ഇതിനോട് വെറുപ്പ്, സുവിശേഷത്തോട് വെറുപ്പ്, ധ്യാനത്തോട് വെറുപ്പ്, പ്രാർത്ഥനയോട് വെറുപ്പ്, ആത്മീയക്കാരോട് വെറുപ്പ്, ദൈവാലയ കർമ്മങ്ങളോട് വെറുപ്പ്, കുംഭസാരോധന വെറുപ്പ്. ഇത് ആർക്കെങ്കിലും സ്വീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ശ്ലീഹ പഠിപ്പിക്കുകയാണ്, അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. അവരുടെ കാൽപാദങ്ങൾ നാശത്തിലേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രിയ ദൈവ പൈതലേ, നീ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണോ? നീ നല്ല ഉയർച്ചയിലേക്കും അനുഗ്രഹത്തിലേക്കും ആണ് പോകുന്നത് എന്ന് തെറ്റിദ്ധരിക്കരുത്. നിന്റെ കാൽപാദങ്ങൾ നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. എന്തെന്നാൽ ഈ ലോകത്തിന് ദേവൻ അവരുടെ കണ്ണുകളെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. ക്രിസ്തുവിനെ കുറിച്ച് അറിയാൻ അവർക്ക് കഴിവില്ലാതെയായി, ദൈവത്തെക്കുറിച്ച് അറിയാൻ അവർക്ക് കഴിവില്ലാതെയായി, സത്യസ്വരൂപനെ കുറിച്ച് അറിയാൻ അവർക്ക് കഴിവില്ലാതെയായി, തിരുസഭയെക്കുറിച്ച് അറിയാൻ അവർക്ക് കഴിവില്ലാതെയായി, നിത്യരക്ഷയുടെ വഴികളെക്കുറിച്ച് അറിയാൻ അവർക്ക് കഴിവില്ലാതെയായി, നിത്യസത്യങ്ങളെക്കുറിച്ച് സ്വർഗ നരകങ്ങളെക്കുറിച്ച് ഗ്രഹിക്കാൻ അവർക്ക് കഴിവില്ലാതെയായി. അതിനൊന്നിനും അവർക്ക് താല്പര്യമില്ല. ആ കഴിവ് നഷ്ടപ്പെട്ടാൽ ആ വ്യക്തി സംഭവിക്കുന്ന പ്രവണതയാണ് അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചുള്ള താല്പര്യം അറ്റുപോകും.
അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചുള്ള താല്പര്യം അറ്റുപോകും. കാരണം ദൈവികമായ കപ്പാസിറ്റി നശിച്ചു കഴിഞ്ഞു. ഈ തിന്മയുടെ ആത്മാവരിയ്ക്കുകയാണ്. എന്തെന്നാൽ ഈ ലോകത്തിന് ദേവൻ അവരുടെ കണ്ണുകളെ കുരുടാക്കി കളഞ്ഞു. ഈ ലോകത്തിൻ്റെ ആത്മാവുണ്ട്. ഈ ലോകത്തിൻ്റെ ആത്മാവിൻ്റെ പ്രത്യേകത ദൈവിക കാര്യങ്ങളോടുള്ള വെറുപ്പാണ്. ഈ ലോകത്തിൻ്റെ ആത്മാവ് ആ വ്യക്തിയെ ഗ്രസിച്ചാൽ, ഒരു വ്യക്തിയെ ഗ്രസിച്ചാൽ ആ വ്യക്തിക്ക് യേശുവിനോടും യേശുവിനോ സംബന്ധിച്ച സഭയോടും എല്ലാ കാര്യങ്ങളോടും വെറുപ്പ് തോന്നും. കാരണം ഈ ലോകത്തിൻ്റെ ആത്മാവ് യേശു ക്രിസ്തുവിനെ വെറുക്കുന്നു. ഈ ലോകത്തിൻ്റെ ആത്മാവിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്, ഈ ലോകത്തിൻ്റെ ആത്മാവിന് തന്നിഷ്ടം ചെയ്യണം. അതാണ് നിയമാവർത്തന പുസ്തകം 29-ാം അധ്യായം 18-19 വാക്യങ്ങൾ. വചനം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? വരണ്ടതും കുതിർന്നതും ഒന്നുപോലെ എന്ന ഭാവത്തിൽ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് നടന്നാലും എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് അവൻ തന്നെ ആശീർവദിക്കുന്നു. ഞാനൊരു ഉദാഹരണം പറയാം. അച്ഛൻ ഒരു നാളിൽ വിദേശ രാജ്യങ്ങളിൽ ശുശ്രൂഷയ്ക്ക് എന്നപ്പോൾ അവിടെ ഒരു കുടുംബത്തിൻ്റെ വേദന ഒരു കുടുംബം പറഞ്ഞു. ആ അമ്മ പൊട്ടിക്കരഞ്ഞ് പറയുകയാണ്, അച്ഛാ, എൻ്റെ ഭർത്താവ് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു. എനിക്ക് 4 മക്കളുണ്ട്. ആ 4 മക്കളെ ഞാൻ പൊന്നുപോലെ വളർത്തി. അവരെ ഞാൻ ആദ്യ കുർബാനയ്ക്ക് കൊണ്ടുപോയി, അവരെ ഞാൻ കൺഫർമേഷൻ കൊടുത്ത്, അവർക്ക് ബൈബിൾ വാങ്ങിച്ച് കൊടുത്ത്, കാറ്റഗിസത്തിന് വിട്ട്, എല്ലാം ആത്മീയമായി നാട്ടിൽ ചെയ്യുന്ന പോലെ എല്ലാം തന്നെ ഈ യൂറോപ്യൻ രാജ്യത്ത് ഞാൻ ചെയ്തു കൊടുത്ത്. എന്നാൽ എൻ്റെ മൂത്ത മകള്, അവൾ പഠിച്ച്, അവൾ വലിയ സ്ഥാനക്കാരിയായി, വലിയ ബുദ്ധിമതിയായി, ഒരുപാട് റാങ്കുകളും ഒരുപാട് പൊസിഷനൊക്കെ അവൾക്ക് ലഭിച്ച് അവളുടെ തന്നിഷ്ടപ്രകാരം പോവുകയാണ്. ഇളയത്തുങ്ങൾ 3 പേരുണ്ട്. അവരുടെ കാര്യം താല്പര്യം അവൾ പരിഗണിക്കുന്നില്ല. അവൾ കുറേ നാൾ ഒരു മുസ്ലിമിനെ സ്നേഹിച്ച് നടന്നു. അപ്പോൾ ഈ അമ്മ അവളോട് പറഞ്ഞു, നമ്മുടെ കുടുംബത്തിന് ഇത് ചേർന്നതല്ല, ഇത് നമ്മുടെ കുടുംബത്തിന് ചേർന്നതല്ല, നാം മറ്റ് അന്യജാതികളെ വിവാഹം ചെയ്യാൻ പാടില്ല. ഉടനെ തിരിച്ച് തട്ടുത്തരം ചോദിക്കുകയാണ്, എന്താ അവർ മനുഷ്യരല്ലേ, എല്ലാവരും ദൈവത്തിൻ്റെ മക്കളല്ലേ, നമ്മളെല്ലാവരും ഒന്നല്ലേ, അങ്ങനെ സങ്കുചിത ചിന്ത പാടില്ല എന്ന് പറഞ്ഞ് അമ്മയുടെ നേരെ അത് ദുരുപദേശം കൊടുക്കുകയാണ്. എന്തായാലും അമ്മ ഒരുപാട് ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ച് ആ മുസ്ലിമുമായുള്ള ബന്ധം ആ ചെറുക്കൻ തന്നെ വിട്ടൊഴിഞ്ഞു പോയി. ഇപ്പോൾ ഇതാ വേറൊരു പ്രേമബന്ധത്തിൽ ചെന്നപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനെ കല്യാണം കഴിക്കാതെ പല പുരുഷന്മാരുടെ കൂടെ ഇതാ ഈ കുട്ടി ഇങ്ങനെ നടക്കുകയാണ്. ഈ അമ്മ ഇത് കണ്ട്, ഇതിൻ്റെ ദുർവൃത്തി നിറഞ്ഞ ജീവിതം കണ്ട് പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ കുട്ടിയുടെ മനസ്സിൽ ഒരു ആത്മാവ് പ്രവർത്തിക്കുകയാണ്, തോന്നിവാസത്തിൻ്റെ ആത്മാവ്. അമ്മ എന്ത് ചിന്തിച്ചാലും കുഴപ്പമില്ല, അപ്പൻ കുടുംബാംഗങ്ങൾ ഇളയത്തങ്ങൾ എന്ത് ചിന്തിച്ചാലും കുഴപ്പമില്ല, സഭ എന്ത് ചിന്തിച്ചാലും കുഴപ്പമില്ല, എന്നിട്ട് പോയി കുർബാനയെ സ്വീകരിക്കുന്നു. അഹോ നാശം നാശം, ഇത്രയും പാപങ്ങളൊക്കെ ചെയ്തിട്ട് ഞാനൊന്നും ചെയ്തില്ല, ഞാൻ ഈ ദേശത്തേക്ക് ഏറ്റവും നല്ല പുണ്യവാൻ എന്ന വിധത്തിൽ, എന്നിട്ട് പോയി കുർബാനയെ സ്വീകരിക്കുന്നു, എന്നിട്ട് പോയി കാറ്റഗിസം പഠിപ്പിക്കുന്നു. ചിന്തിച്ച് നോക്കുക, എത്രയോ വലിയ തകർച്ച. തോന്നിവാസത്തിൻ്റെ ആത്മാവ്. പാപം ചെയ്യുന്നു എന്ന് മാത്രമല്ല, പാപം ചെയ്തിട്ട് അതൊരു പാപമല്ല, അത് ഈ കാലത്ത് ചെയ്യാൻ പറ്റിയൊരു പുണ്യമെന്ന നിലയിൽ സമൂഹത്തിൽ പ്രസന്റ് ചെയ്യുന്നു. ഇതാണ് നല്ലതെന്ന് പറഞ്ഞ് പ്രസന്റ് ചെയ്യുന്നു. അതാണ് യെശയ്യാ പ്രവാചന ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നത്. യെശയ്യാ പ്രവാചന ഗ്രന്ഥത്തിൽ 5-ാം അധ്യായം അതിൽ 18-ാം തിരുലിഖിതം, നുണയുടെ കയറുകെട്ടി അകൃത്യത്തെ വലിച്ചഴയ്ക്കുന്നവന് ദുരിതം. വീണ്ടും യെശയ്യാ 5-ാം അധ്യായം 20-ാം തിരുലിഖിതം, തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും വിളിക്കുന്നവന് ദുരിതം. പ്രകാശത്തെ അന്ധകാരമെന്നും അന്ധകാരത്തെ പ്രകാശമെന്നും വിളിക്കുന്നവന് ദുരിതം. മധുരത്തെ കയ്പെന്നും കയ്പിനെ മധുരമെന്നും വിളിക്കുന്നവന് ദുരിതം. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ, ഇതുപോലെ തോന്നിവാസം ചെയ്തിട്ട് വീണ്ടും കുർബാന സ്വീകരിച്ച് വീണ്ടും തന്നിഷ്ടം ചെയ്ത് ആ ദേശത്തും ആ സമൂഹത്തിലും ആ സഭയിലും ഏറ്റവും പുണ്യവാളൻ എല്ലാ കാര്യങ്ങളും മുൻപന്തി നിന്ന് അങ്ങനെ പാപത്തെ ന്യായീകരിക്കുന്ന പ്രകൃതത്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന എല്ലാ ജീവിതങ്ങളിലേക്കും ദൈവശക്തി വ്യാപരിക്കട്ടെ. കർത്താവേ, പാപത്തെ പാപമായി കാണാൻ, തോന്നിവാസത്തെ തോന്നിവാസമായി കാണാനുള്ള പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവിടുന്ന് ഇപ്പോൾ കുടുംബങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ഇതാ ഈ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ദൈവമേ, ഇതാ ഈ മക്കളെ സമർപ്പിക്കുന്നു. ഇവരുടെ കുടുംബങ്ങളെ ആക്രമിച്ച് തകർക്കാൻ ഉദ്യമിക്കുന്ന സാത്താന്റെ എല്ലാ കുതന്ത്രങ്ങളെയും, പാപത്തിന്റെ അരുവികളുടെ സ്വാധീനങ്ങളെയും, തന്നിഷ്ട പ്രകൃതിയുടെയും തോന്നിവാസത്തിന്റെയും എല്ലാ സ്വാധീനങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, വിട്ടൊഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രൈസ് ദ ലോർഡ്.
ഹല്ലേലൂയ. ബലിയിൽ വിരുന്നാകുവാൻ അപ്പമായി മാറുന്ന സ്നേഹമേ, ആത്മാവിലുണർവേകുവാൻ ആത്മീയ ഭോജനമായവനേ, ആർദ്ര സ്നേഹദായകനേ, ദിവ്യകാരുണ്യമേ ഈശോയേ. സങ്കീർത്തന പുസ്തകം 30-ാം അധ്യായം 5-ാം തിരുലിഖിതം. രാത്രിയിൽ വിലാപമുണ്ടായേക്കാം, എന്നാൽ പ്രഭാതത്തോടെ സന്തോഷത്തിൻ്റെ വരവായി. സങ്കീർത്തനം 30-ാം അധ്യായം 11-ാം തിരുലിഖിതം. അവിടുന്ന് എൻ്റെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി മാറ്റി. അവിടുന്ന് എന്നെ ചാക്ക് വസ്ത്രം അഴിച്ച് സന്തോഷമണിയിച്ചു. ഈ നിമിഷങ്ങളിൽ മകനെ, മകളെ, നീ ഒരുപക്ഷെ കണ്ണുനീരിൽ കുതിർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലാകാം. ഒരുപക്ഷെ ചാക്ക് വസ്ത്രം ധരിച്ച് ഇന്നെല്ലാം നഷ്ടപ്പെട്ടൊരു സാഹചര്യമായിരിക്കാം. തകർച്ചയുടെ ചാക്ക് വസ്ത്രം ധരിച്ചിരിക്കുന്ന ഒരു സ്ഥിതിയാകാം. 2 കരങ്ങൾ യേശു ക്രിസ്തുവിലേക്ക് ഉയർത്തുക. സങ്കീർത്തനം 55:22. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. കരങ്ങൾ ഉയർത്തി യേശുവിനെ വിളിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ദൈവമേ, രാത്രിയിൽ വിലാപമുണ്ടായേക്കാം, എന്നാൽ പ്രഭാതത്തോടെ സന്തോഷത്തിൻ്റെ വരവായി. ഇന്ന് അന്ധകാരത്തിരിക്കുന്നവർ, ഇന്ന് ക്ഷീണത്തിലിരിക്കുന്നവർ, ഇന്ന് രോഗത്തിലിരിക്കുന്നവർ, കഷ്ടതയിരിക്കുന്നവർ, അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിച്ച് അത്ഭുത വിടുതൽ പ്രാപിക്കാൻ തക്കവണ്ണം അങ്ങയുടെ ആത്മാവിൻ്റെ ഉണർവ് ഹൃദയങ്ങളിലേക്ക് പകരണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു എൻ്റെ പേര് ടോം തോമസ്. ഞാൻ പാലായിൽ നിന്നാണ് വരുന്നത്. ഞാൻ കഴിഞ്ഞ ആദ്യ വെള്ളിയാഴ്ചയാണ് ആദ്യമായിട്ട് ഇവിടെ പങ്കെടുക്കാൻ വന്നത്. ഇതിനു മുമ്പ് ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ചേട്ടൻ ഇവിടെ നിന്ന് മണ്ണെടുത്ത് വെഞ്ചരിക്കുകയും ഞങ്ങൾക്ക് വിൽക്കാനുള്ള 3 സ്ഥലങ്ങളിൽ കൊണ്ട് ഇടുകയും ചെയ്തു. അതിൻ്റെ ഫലമായി 2 ആഴ്ചക്കുള്ളിൽ ഇവിടെ ഞാൻ വന്നിട്ട് 2 ആഴ്ചക്കുള്ളിൽ 3 സ്ഥലവും ഞങ്ങൾ ഉദ്ദേശിച്ചാലും നല്ല വിലയ്ക്ക് വിൽക്കാൻ സാധിച്ചു. അത് 1 കൊല്ലം ആയിട്ട് ഞങ്ങൾ വിൽക്കാൻ ഇട്ടിരുന്ന സ്ഥലങ്ങളായിരുന്നു. അത് ഓരോ കാരണങ്ങൾ പറഞ്ഞാൽ അവസാന സമയമാകുമ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് മാറിപ്പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായിരുന്നു ഇവിടെ വന്നിട്ട് 2 ആഴ്ചക്കുള്ളിൽ കഥ നോക്ക്. നിങ്ങൾ കേട്ടില്ലെന്നും 3 കോമ്പൗണ്ട് വിൽക്കാനിട്ടിട്ട് 1 വർഷത്തിലധികം വിൽക്കാനിട്ടിട്ട് ഓരോ തടസ്സങ്ങൾ പറഞ്ഞ് അവസാന ദിവസം കച്ചവടങ്ങൾ മാറിപ്പോകും. എന്തായാലും ഒരു പിടി മണ്ണ് ഇവിടെ വെഞ്ചരിച്ച് അങ്ങനെ ആ മണ്ണെടുത്ത് വെഞ്ചരിച്ചിട്ട് നേരെ കൊണ്ടുപോയിട്ട് 3 കോമ്പൗണ്ടിലിട്ട്
1 വർഷത്തിലധികമായി ഒരു പല വിധത്തിൽ പരിശ്രമിച്ച് നടക്കാത്ത ആ കോമ്പൗണ്ടിന്റെ വിൽപ്പന 2 ആഴ്ചയ്ക്കുള്ളിലാണ് നടന്നത്. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തിന് ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ വെഞ്ചിരിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത്, കുരിശിന്റെ ആശീർവാദം കൊടുക്കുന്ന സമയത്ത് മണ്ണിന്റെ മേലും കോമ്പൗണ്ടിന്റെ മേലുള്ള കെട്ടുകൾ അഴിയും, കെട്ടിടങ്ങളുടെ മേലുള്ള ബന്ധനം അഴിയും, വാഹനങ്ങളുടെ മേലുള്ള ബന്ധനം അഴിയും. വിവാഹ തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ നീങ്ങിപ്പോകും, ജോലി തടസ്സങ്ങൾ മാറും. ദൈവശക്തി, യേശുവിന്റെ നാമത്തിന്റെ ശക്തി മിന്നൽ പിണരുകൾ പോലെ വ്യാപിച്ച് അവിടെ യേശുവിന്റെ നാമത്തിൽ തടസ്സങ്ങൾ മാറുകയും വിടുതൽ സംഭവിക്കുകയും ചെയ്യും. അന്ധകാര ശക്തികളും ഇതിനൊക്കെ അടങ്ങി വെച്ചിരിക്കുന്ന ചില തിന്മയുടെ ശക്തികളൊക്കെ വിട്ടുമാറിപ്പോകും. ഹല്ലേലൂയ. എൻ്റെ പേര് ബേബി ലൂക്കോസ്. കോതമംഗലത്താണ് വീട്. ഞാൻ കാത്തലിക് സഭയിൽ ഒരു മാനേജറാണ്. 2008 ജൂലൈ മാസം 3-ാം തീയതി ദുക്രാന പെരുന്നാൾ അന്ന് ഞാനൊരു ബൈക്ക് ആക്സിഡൻറ്റിൽപ്പെടുകയും അതിൽ എൻ്റെ നട്ടലിന് കാര്യമായ ക്ഷതമേൽക്കുകയും ചെയ്തു. L1 വെർട്ടിബ്ര പൂർണ്ണമായിട്ടും തകർന്നുപോയി. അതിന് മൾട്ടിപ്പിൾ ഫ്രാക്ചർ ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. സ്പെഷ്യലിസ്റ്റ് ആശുപത്രി 2 മാസത്തോളം ചികിത്സിച്ചു. അവരൊരു ഫുൾ ബ്രേസ് ഇട്ട് 2 മാസത്തോളം എന്നെ അവിടെ കിടത്തി. അതിന് യാതൊരു പുരോഗതിയില്ലാത്തതിനാൽ ഞാൻ പല ആശുപത്രികളുമായിട്ട് ബന്ധപ്പെട്ടു. ഇതിന് യഥാർത്ഥ ചികിത്സ എവിടെ ലഭ്യമാകുമെന്ന് അന്വേഷിച്ചു. ഡോക്ടേഴ്സ് തമ്മിൽ ഡൈവേഴ്സ് ഒപ്പീനിയൻസ് ആണ്. ചിലർ പറയും ഓപ്പറേഷൻ ചെയ്യണം, ചിലർ ചെയ്യണ്ട, ഇങ്ങനെ തന്നെ കിടന്ന് സുഖമാകൂ എന്ന് ഡോക്ടർമാർ പറയുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ഒരു പ്രത്യേക ദൈവിക ഇടപെടൽ ലേക്ക് ഷോർ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെടുന്നത്. ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ ഡോക്ടർ എന്നെ ഓപ്പറേഷൻ തന്നെ ക്ഷണിക്കുന്നു. സെപ്റ്റംബർ മാസം 2-ാം തീയതി ഒരു ഓപ്പറേഷൻ വിധേയനാകുന്നു. മേജർ ഓപ്പറേഷൻ, 8 മണിക്കൂർ ഓപ്പറേഷന്. ഒരു വശം മുഴുവനായിട്ട് കയറിയിട്ട് 2 വെർട്ടിബ്രയായിട്ട് 2 റിബ്സ് എടുത്ത് കളഞ്ഞ് സൈഡിൽ കൂടെ പൊട്ടിപ്പോയ വെർട്ടിബ്രയുടെ 2 സൈഡിലുള്ള വെർട്ടിബ്ര തമ്മിൽ ടൈറ്റാനിയം റോഡ് കൊണ്ട് ബന്ധിപ്പിച്ച് നട്ടും ബോട്ടും ഇട്ടിരിക്കുകയാണ് ഇപ്പം ചെയ്തിരിക്കുന്നത്. 5-ാം ദിവസം എന്നെ എഴുന്നേൽപ്പിച്ച് നടത്തുമെന്ന ഉറപ്പിൻ പ്രകാരമാണ് ഞാൻ ഓപ്പറേഷൻ വിധേയമാകുന്നത്. 5-ാം ദിവസം തന്നെ ഡോക്ടർ എന്നെ എഴുന്നേൽപ്പിച്ച് നടത്തി. പക്ഷേ വീട്ടിൽ വന്നതിന് ശേഷം ഡെയിലി ഒരു 4-5 പ്രാവശ്യം എഴുന്നേൽക്കണം എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. ഒരു ഇലക്ട്രിക് പോസ്റ്റ് എടുക്കുന്ന മാതിരി 2 പേര് പിടിച്ചെന്നെ പൊക്കി കൊണ്ടുവരും. എന്നിട്ട് ഉടനെ പൊങ്ങിയ ഉടനെ എഴുന്നേറ്റിരിക്കാൻ പറ്റത്തില്ല. ഉടനെ നമ്മൾ വാക്കറയിലോട്ട് എഴുന്നേറ്റ് നിൽക്കും. അങ്ങനെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കഷ്ടിച്ച് എഴുന്നേറ്റ് നടക്കാൻ സാധിക്കും. അങ്ങനെ മാസങ്ങൾ അങ്ങ് നീണ്ടുപോയി. യാതൊരു പുരോഗതിയില്ലാതെ 7 മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ലീവായി. ബാങ്കിൽ നിന്ന് ജോയിൻ ചെയ്യാൻ നിർബന്ധമായി. എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്നു. ഞാൻ ബാങ്കിൽ ജോയിൻ ചെയ്യുന്നു. എനിക്ക് സ്വന്തമായിട്ട് നടക്കാനോ ഇരിക്കാനോ സാധിക്കില്ല. 7 മാസത്തോളം ഇങ്ങനെ കിടന്നയാൾ പെട്ടെന്ന് കസേരയിൽ ഇരിക്കുമ്പോഴത്തേക്കും മുള്ളു കൊള്ളുന്ന പോലുള്ള വേദനയാണ്. എനിക്ക് ഭിത്തിയെ പിടിച്ചുകൊണ്ടാണ് ബാങ്കിൽ കൂടെ വരെ നടന്നത്. ആദ്യം ബാങ്കിൽ ജോയിൻ ചെയ്യുന്ന ദിവസങ്ങളിൽ. അങ്ങനെ ഇരിക്കുകയാണ് കോതമംഗലത്ത് നിന്ന് അട്ടപ്പാടിക്ക് ബസ്സിൽ ആൾക്കാരെ കൊണ്ടുവരുന്ന ഒരു ടീമിൻ്റെ ലീഡർ സജിയായിട്ട് പെട്ടെന്ന് കണ്ടുമുട്ടാൻ ഇടവരികയും സജി എന്നെ അട്ടപ്പാടിക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ മാർച്ച് മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നു. അന്ന് ബ്രേസ് ഇട്ടുകൊണ്ടാണ് ഞാനിവിടെ യാത്ര ചെയ്ത് വന്ന് കുറേ നേരം കഴിഞ്ഞതിന് ശേഷം ഞാൻ ബ്രേസ് കുറച്ച് നേരത്തേക്ക് ആദ്യമായിട്ട് ഞാനൊന്ന് ഊരി വെച്ചു. അതിനുശേഷം തിരിച്ചു പോകുമ്പോൾ ഞാൻ ബ്രേസ് ഇട്ടുകൊണ്ടാണ് യാത്ര ചെയ്തത്. അതിനുശേഷം വീട്ടിൽ ചെന്നതിന് ശേഷം കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ബ്രേസ് എടുത്തു മാറ്റി ജോലിക്ക് പോകാനും യാത്ര ചെയ്യാനും തുടങ്ങി. അതിനുശേഷം ഏപ്രിൽ മാസത്തിൽ ഞാനിവിടെ ഈ കൺവെൻഷന് വന്നിരുന്നു. ആ പ്രാവശ്യം ബ്രേസ് കൈ പിടിക്കുക മാത്രമേ ചെയ്തുള്ളൂ, ഉപയോഗിക്കുക പോലും ചെയ്തില്ല. അതിനുശേഷം ഒരിക്കലും ഞാൻ ആ ബ്രേസ് ഉപയോഗിക്കാതെ ഞാൻ ജോലിക്ക് പോകുന്നു. നിത്യേന എൻ്റെ ജോലികളെല്ലാം ക്രമമായിട്ട് ചെയ്യുന്നതിനും ഓഫീസ് കാര്യങ്ങൾ ചെയ്യുന്നതിന് എനിക്ക് സാധിക്കുന്നു. ഇപ്പം ഞാൻ കാർ ഓടിച്ചാണ് ഡെയിലി ഓഫീസിൽ പോകുന്നത്. ഈ സെഹ്യോനിൽ വന്നതിന് ശേഷമാണ് ആദ്യ കൺവെൻഷൻ കൂടിയതിന് ശേഷം 1 മാസം കൊണ്ട് അത്ഭുതകരമായ ഒരു സൗഖ്യമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതുവരെ 7 മാസം ഞാൻ കട്ടിലേ കിടന്ന് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് എഴുന്നേറ്റ് നടക്കാൻ സാധിക്കും. അപ്പോഴത്തേക്ക് പെട്ടെന്ന് പോയി കിടക്കണം. പുറത്തെ ഒരു 100 കിലോ വെയിറ്റ് എന്താ കെട്ടിവെച്ചിരിക്കുന്ന പോലുള്ളൊരു അനുഭവമാണ് എനിക്ക് തോന്നുന്നത്. ഒരു ശകലം പോലും ബലമില്ല. ഇപ്പം ഞാൻ പൂർണ്ണമായ സൗഖ്യം കിട്ടി. അതുപോലെ തന്നെ ഈ 7 മാസത്തോളം ഞാൻ കിടന്ന കാലത്ത് ഞാൻ ലീവ്, ഭാര്യ ലീവ്, മക്കൾക്കൊക്കെ ഒരുപാട് പഠന കാര്യത്തിൽ ഒരുപാട് ഡിസ്ലൊക്കേഷൻ വന്നു. ഞാനിവിടെ മാർച്ച് മാസം പരീക്ഷാ സമയത്താണ് ഞാനിവിടെ വരുന്നത്. മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ എൻ്റെ മകന്
CBSE +2 93% മാർക്ക് മേടിച്ച് പല ക്യാഷ് അവാർഡും കൂടെ കിട്ടി പാസ്സായി. മോള് പോലെ പരീക്ഷയ്ക്ക് ഒരുപാട് പഠനകാര്യങ്ങൾ ഒരുപാട് ഡിസ്ലൊക്കേഷൻ വന്നിരുന്നു. എന്നിട്ട് മോള് നല്ല മാർക്കോടെ മോളും പാസ്സായി. എനിക്ക് ഈ ഇവിടെ വന്നതിന് ശേഷം ഉടനെ തന്നെ കോതമംഗലത്തേക്ക് എനിക്ക് ലോക്കൽ എൻ്റെ നേറ്റീവ് പ്ലേസാണ്, അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ കിട്ടി, എന്നെ അനുഗ്രഹിച്ചു. ഇതെല്ലാം സഹ്യോനാഥൻ എനിക്ക് ചെയ്തിരുന്ന ഒരു അത്ഭുതകരമായ ഒരു വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നു. അതിനെല്ലാത്തിനും നല്ലവനായ ദൈവത്തിന് 1000 നന്ദി അർപ്പിക്കുന്നു. പ്രൈസ് ലോർഡ്. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. ഹല്ലേലൂയ മാറാനാത്ത. Come, Lord Jesus.